പ്രദീപ് പതിവ് പോലെ ദേവേന്ദ്രന്റെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി. അതേസമയം അങ്ങ് കൊച്ചിയിൽ തന്റെ ഓഫീസിലിരുന്നിരുന്ന ശ്രീലക്ഷ്മിയുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു. കണ്ണുകൾ പോലും ചെറുതായി ഈറനണിയുന്നുണ്ടായിരുന്നു. അന്നേരമാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. അതിൽ മീനാക്ഷിയുടെ പേര് കണ്ടപ്പോൾ തന്നെ ശ്രീലക്ഷ്മി ഫോൺ എടുത്തു. ഹലോ. ശ്രീലക്ഷ്മിയുടെ ശബ്ദം ദുഃഖം നിറഞ്ഞതായിരുന്നു. മീനാക്ഷി അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി. നീ ഹോസ്പിറ്റലിൽ പോയി ഋഷിയെ കണ്ടോ? മീനാക്ഷി യാതൊരു മറയുമില്ലാതെ ചോദിച്ചു. മറുപടിയായി ശ്രീലക്ഷ്മി ഒന്ന് മൂളി. ശ്രീലക്ഷ്മി, ആക്ച്വലി നീ എന്താ മനസ്സിൽ ആലോചിക്കുന്നത്? രണ്ടുപേരും തമ്മിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം വേഗം മാറി ശരിയാകുമെന്നാണ് ഞാൻ കരുതിയത്. ആൻഡ് വാട്ട് ഈസ് ഗോയിങ് ഓൺ? ശരി, പോയിട്ട് ഋഷിയോടൊന്ന് സംസാരിച്ചോ? മീനാക്ഷി ഇടറിയ സ്വരത്തിൽ ചോദിച്ചു. ഇല്ല, ഒറ്റ വാക്കിലായിരുന്നു മറുപടി. ശ്രീലു, എന്താ നിന്റെ പ്രശ്നം? ദയവ് ചെയ്ത് അതെങ്കിലും എന്നോട് പറ. എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം. മറുതലയ്ക്കൽ മീനാക്ഷി ചോദിച്ചു. ഞാൻ പിന്നെ സംസാരിക്കാം മീനാക്ഷി. ശ്രീലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു. കോള് കട്ടായെങ്കിലും മീനാക്ഷി കുറച്ചു നേരം ആ ഫോൺ സ്ക്രീനിൽ നോക്കി നിന്നു. ആ സമയം ഋഷിയോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു മീനാക്ഷി. ശ്രീലക്ഷ്മി ഫോൺ താഴെ വെച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ശ്രീലക്ഷ്മി അത്രമേൽ തളർത്തിയിരുന്നു. കുറച്ചു ദിവസം മുൻപേ വർമാസ് കമ്പനിയിൽ നടന്ന കാര്യങ്ങൾ അവൾ ഓർത്തു. അല്ലെങ്കിലേ ശ്രീലക്ഷ്മി ഋഷിയോട് പിണക്കത്തിലായിരുന്നു. അതിനിടെ വർമാസ് കമ്പനിയിൽ വന്ന നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞ് മുത്തശ്ശിയും സിദ്ധാർത്ഥും അവളെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്ത് മറുപടി പറയണമെന്നറിയാതെ ശ്രീലക്ഷ്മി കുഴങ്ങിപ്പോയ ആ സാഹചര്യം അവർ നന്നായി മുതലെടുത്തു. അഭയ് തന്റെ കൈവശം നൽകിയ ഓഹരിയുടെ ഒരു വലിയ ഭാഗം വരെ അവർ എഴുതി വാങ്ങി. അതിനുശേഷം ഋഷിയോട് സംസാരിച്ചെങ്കിലും ഈ കാര്യം അവനോട് പറയാൻ ശ്രീലക്ഷ്മി മടിച്ചു. എങ്ങനെയെങ്കിലും ധൈര്യം സംഭരിച്ച് അവനോട് പറയാമെന്ന് വിചാരിച്ചപ്പോൾ 2 ആഴ്ചത്തേക്ക് ജോലിക്ക് പോവുകയാണെന്നും തിരിച്ചു വന്ന് അവളോട് സംസാരിക്കാമെന്നും പറഞ്ഞ് ഋഷി ഒന്നും പറയാൻ സമ്മതിച്ചില്ല. അതിനുശേഷം അവൻ അവളെ കോണ്ടാക്ട് ചെയ്തിരുന്നില്ല. ഒരിക്കൽ പോലും തിരികെ വീട്ടിലേക്ക് വരാൻ അവൻ അവളെ ക്ഷണിച്ചിരുന്നില്ല. അത് അവളുടെ ഹൃദയം തകർത്തതിന് തുല്യമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇന്നലെ പെട്ടെന്ന് ശ്രീലക്ഷ്മിക്ക് ആരതിയുടെ ഒരു കോൾ വന്നു. കോൾ എടുത്ത് ഋഷിയുടെ വിവരം അറിഞ്ഞതും ശ്രീലക്ഷ്മി ഒരു നിമിഷം പോലും കളയാതെ ആശുപത്രിയിലേക്ക് ഓടി. അവിടെ എത്തി ദേഹമാസകലം ബാൻഡേജുകളുമായി കിടക്കുന്ന ഋഷിയെ കണ്ടപ്പോൾ അവൾ ആകെ തളർന്നു നിന്നുപോയിരുന്നു. അവനാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. പക്ഷെ ശ്രീലക്ഷ്മി അവന്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ അവൻ അത് മനസ്സിലാക്കിയിരുന്നു. ശ്രീലു, ശ്രീ. ഋഷി കണ്ണുപോലും തുറന്നില്ലെങ്കിലും തന്റെ പേര് വിളിച്ചിരുന്നു. അത് കേൾക്കെ ശ്രീലക്ഷ്മിക്ക് അവളുടെ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ എല്ലായ്പ്പോഴും തന്നെ നന്നായി ഉപദേശിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഋഷിയുടെ അഭാവത്തിൽ കമ്പനി ഷെയറുകളെല്ലാം മഹാദേവിക്ക് അവൾ എഴുതി കൊടുത്തു. അത് ശ്രീലക്ഷ്മിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം മീനാക്ഷിയോട് എങ്ങനെ വിശദീകരിക്കണമെന്ന് ശ്രീലക്ഷ്മിക്ക് അറിയുമായിരുന്നില്ല. അതായിരുന്നു മീനാക്ഷി വിളിച്ചപ്പോഴും അവൾക്കൊന്നും പറയാൻ സാധിക്കാതിരുന്നത്. ദിവസങ്ങൾ കടന്നുപോയി. ഋഷിന്റെ മുറിവുകൾ ഒരു പരിധിവരെ ഉടങ്ങി. ആരതിയും ഭവീനും ഋഷിയെ നന്നായി നോക്കിയിരുന്നു. ഋഷിൻ വീട്ടിലേക്ക് പോകണമെന്ന് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അവന്റെ ആ ആവശ്യം തള്ളിക്കളയാനാവാതെ ഭവീൻ ഋഷിയെ ഡിസ്ചാർജ് ചെയ്ത് അവന്റെ ഫ്ളാറ്റിലേക്ക് മാറ്റി. ഏകദേശം 3 ആഴ്ച കഴിഞ്ഞ് വീട്ടിലെത്തിയ ഋഷിയെ കണ്ടപ്പോൾ ഉമാദേവി ആകെ കരഞ്ഞുപോയി. എന്താ മോനെ, എന്താ നിനക്ക് പറ്റിയത്? ബിസിനസിന്റെ കാര്യത്തിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്താ ഇത്? നിനക്ക് വയ്യാത്ത പോലുണ്ടല്ലോ. ഉമാദേവി വിഷമത്തോടെ ചോദിച്ചു. അമ്മേ, അതൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ്ങിലുണ്ട്, അതൊന്ന് തീർക്കണം. ഉമാദേവിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് ഋഷി പറഞ്ഞു. ശ്രീലക്ഷ്മിയുമായി പിരിഞ്ഞതിന്റെ വിഷമം കൊണ്ടാകുമെന്ന് കരുതി പ്രതാപും ഉമാദേവിയും പരസ്പരം നോക്കി. അല്ല, നിങ്ങൾ രണ്ടാളും ഇവിടുത്തെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. സുഖമാണോ അച്ഛാ? അമ്മേ, ഋഷിൻ ചോദിച്ചു. ഞങ്ങൾ പെർഫെക്റ്റ് ആണ് ഋഷി. നീ ഇത്രയധികം വേലക്കാരെ വെച്ചിട്ട് ഞങ്ങളെ രാജാക്കന്മാരെ പോലെയല്ലേ നോക്കുന്നത്? പിന്നെ ഞങ്ങളുടെ കാര്യം ചോദിക്കാനുണ്ടോ? പ്രതാപ് സ്നേഹത്തോടെ പറഞ്ഞു. പക്ഷേ തന്നെക്കുറിച്ച് ഓർത്ത് ആ മനസ്സിൽ വല്ലാത്ത ആശങ്കയുണ്ടെന്ന് ഋഷിന് മനസ്സിലായി. അതൊക്കെ ഓക്കെ, എന്റെ കാര്യമോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട കേട്ടല്ലോ. എല്ലാം ഞാൻ വേഗം ശരിയാക്കാം. അതും പറഞ്ഞ് ഋഷി തന്റെ അച്ഛന്റെ കയ്യിൽ കൈ ചേർത്തു. ആടാ മോനെ, നീ ഇപ്പോ ഏതായാലും നല്ല പോലെ പോയി റെസ്റ്റ് എടുക്കൂ. നല്ല ക്ഷീണം കാണും. ഉമാദേവി കരുതലോടെ അത് പറഞ്ഞ് ഋഷി അവന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അന്നേരം ഋഷിന്റെ ഫോണിൽ ഒരു മിസ്ഡ് കോൾ വന്നു. അതിൽ ജസ്റ്റിന്റെ പേര് കണ്ടപ്പോൾ ഋഷി ചെറുതായി ആശങ്കപ്പെട്ടു. ഇനി അമ്മ പൊയ്ക്കോളൂ, ഞാൻ റെസ്റ്റ് എടുത്തോളാം. ഉമാദേവിയെ അതും പറഞ്ഞുകൊണ്ട് ഋഷി അവിടെ നിന്നും വേഗം പറഞ്ഞയച്ചു. ആദ്യം അല്പം മടിച്ചു നിന്നെങ്കിലും അവന് വിശ്രമിക്കാനാണല്ലോ എന്ന് ഓർക്കെ ഉമാദേവി ഋഷി പറഞ്ഞതുപോലെ കേട്ടു. ഉമാദേവി അവിടെ നിന്ന് പോയെന്ന് കണ്ടതും പരിഭ്രമത്തോടെ ഋഷി തന്റെ ഫോൺ എടുത്ത് ജസ്റ്റിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഹലോ ജസ്റ്റിൻ, സുഖാണോ?
കോള് കണക്ട് ആയ പാടെ ഋഷി ചോദിച്ചുവെങ്കിലും പെട്ടെന്ന് തിരിച്ച് മറുപടിയൊന്നും കേട്ടില്ല. ഋഷിക്ക് ചെറുതായി പരിഭ്രമം തോന്നി. ആ ഹലോ ജസ്റ്റിൻ, സോറി, ഞാൻ തന്നോട് സംസാരിച്ചിട്ട് ഒരുപാട് നാളായെന്നറിയാം. ഇവിടെ കുറച്ച് തിരക്കായിപ്പോയി, അതാണ്. ഋഷിൻ ശബ്ദം താഴ്ത്തി പറഞ്ഞപ്പോൾ മറുപുറത്തു നിന്നും ജസ്റ്റിന്റെ ശബ്ദം ആവേശത്തോടെ മുഴങ്ങി. ഹേയ്, അതൊന്നും വിഷയമല്ല. പക്ഷേ ഋഷിൻ, ഞാൻ നിനക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. ജസ്റ്റിൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. ഋഷിയുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന പരിഭ്രമം എല്ലാം എങ്ങോ പോയ പോലെയായിരുന്നു. എന്ത് സർപ്രൈസ്? ഋഷി കാര്യം മനസ്സിലാവാതെ ആശ്ചര്യത്തോടെ ചോദിച്ചു. അത് നീ ആ മെഡിസിൻ തയ്യാറാക്കുന്നതിൽ എത്ര ടാലന്റ് ആണെന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ ആളുകൾക്കും അതിൽ ഒത്തിരി പ്രതീക്ഷയും താല്പര്യവും തോന്നി. സോ ഞങ്ങൾ എല്ലാവരും കൂടെ നിനക്കായി ഒത്തിരി അധികം ഔഷധ സസ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. നീ എവിടെ കാണുമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എല്ലാം സേഫായി നിനക്ക് അങ്ങോട്ട് കൊണ്ടുതരാം. ജസ്റ്റിൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം ഋഷിൻ തന്റെ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഏതൊക്കെ ടൈപ്പ് ഔഷധ സസ്യങ്ങളാണ്? അത് ചോദിക്കുമ്പോൾ ഋഷിന്റെ ശബ്ദത്തിൽ അതിയായ താല്പര്യം പ്രകടമായിരുന്നു. ഏതൊക്കെ ഉണ്ട് ഋഷിൻ. മോർ ഓവർ എന്റെ കൈവശമുള്ളത് പച്ചമരുന്നുകൾ മാത്രമല്ല, ആ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ട ഒരുപാട് വേറെയും സാമഗ്രികൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ജസ്റ്റിൻ ചിരിയോടെ പറഞ്ഞു. ഋഷിൻ പ്രയോഗിച്ച ചേരുവകൾ കൊണ്ട് ഒരു മരുന്നുണ്ടാക്കിയാൽ തന്റെ സംഘത്തിനും ഉപകാരപ്പെടുമെന്ന് ജസ്റ്റിൻ കരുതി. അതുകൊണ്ടാണ് ധാരാളം ഔഷധ സസ്യങ്ങൾ അയാൾ കഷ്ടപ്പെട്ട് ശേഖരിച്ചത്. എല്ലാം കേട്ടപ്പോൾ തന്നെ ഋഷിക്ക് സന്തോഷം തോന്നി. അയ്യോ, അടിപൊളി! ഞാൻ പറയുന്നിടത്ത് വാതാൻ, ഞാൻ അവിടെ വന്ന് സാധനം കൈപ്പറ്റിക്കൊള്ളാം. അത്രയും പറഞ്ഞുകൊണ്ട് ഋഷിൻ തന്റെ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. ശേഷം ശരീരവേദന പോലും മറന്ന് ഡ്രസ് ചെയ്ത് പെട്ടെന്ന് ഋഷിൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അത് കണ്ടുകൊണ്ടായിരുന്നു ഉമാദേവി അങ്ങോട്ട് വന്നത്. എന്താ മോനെ, നീ ഈ അവസ്ഥയിൽ പുറത്തു പോവാണോ? ഋഷിയെ കണ്ടതും ഉമാദേവി ആശങ്കയോടെ ചോദിച്ചു. അതമ്മേ, എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് വർക്കുണ്ട്. ഇപ്പൊ പോയാലേ ശരിയാവൂ. എനിക്കാണെങ്കിൽ ഹെൽത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് അമ്മ പേടിക്കാതെ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. പക്ഷേ ചിലപ്പോൾ ലേറ്റ് ആവും. അതുകൊണ്ട് എന്നെ കാത്തിരിക്കണ്ട. അച്ഛനെയും കൂട്ടി കഴിച്ചിട്ട് കിടന്നോണം, കേട്ടല്ലോ. ഉമാദേവിയുടെ കവിളിൽ തട്ടി അത്രയും പറഞ്ഞുകൊണ്ട് ചിരിയോടെ ഋഷിൻ പുറത്തേക്ക് പോയി. ഉമാദേവി ഋഷിയെ തടയാൻ നിന്നില്ല. വീട്ടിലേക്ക് വന്നപ്പോൾ ആകെ തളർന്നിരുന്ന അവന്റെ മുഖം അന്നേരം അല്പം തെളിഞ്ഞു വന്നതുപോലെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഉമാദേവിക്ക് അല്പം ആശ്വാസം തോന്നി. ഒട്ടും വൈകാതെ ഋഷി ജസ്റ്റിനോട് പറഞ്ഞെടുത്ത് എത്തിയിരുന്നു. ഋഷിൻ, ഇവിടെ! ഋഷിയെ കണ്ടതും നേരത്തെ അവിടെ എത്തിയിരുന്ന ജസ്റ്റിൻ ഋഷിക്ക് നേരെ കൈ വിടർത്തിക്കൊണ്ട് പറഞ്ഞു. അയാളെ കണ്ടതും ഋഷി പുഞ്ചിരിയോടെ പോയി കെട്ടിപ്പിടിച്ചു. അല്പനേരം എന്തൊക്കെയോ സംസാരിച്ചിരുന്നു ഇരുവരും. കുറച്ചു നേരം കഴിഞ്ഞതും ജസ്റ്റിൻ തന്റെ കയ്യിലെ മെഡിസിൻ ഉണ്ടാക്കാൻ ആവശ്യമായ സാമഗ്രികളെല്ലാം ഋഷിക്ക് കൈമാറി. കൈ കൊടുത്ത് അവിടുന്ന് തന്നെ ഇരുവരും പിരിഞ്ഞു. അവിടുന്ന് ഋഷി നേരെ പോയത് തന്റെ രഹസ്യ ലാബിലേക്കായിരുന്നു. അവിടെ എത്തിയവൻ തന്റെ കൈവശമുണ്ടായിരുന്ന ഔഷധ സസ്യങ്ങൾ അടുക്കി വെച്ചു. അപ്പോഴേക്കും ആ മുറിയാകെ ഔഷധ സസ്യങ്ങളുടെ സുഗന്ധം നിറഞ്ഞു. അതെല്ലാം കൃത്യമായി അടുക്കി വെച്ച ശേഷം ഷെൽഫിൽ കാര്യമായ ഏതോ ബുക്കുകൾക്കായി തിരഞ്ഞു. അവ കണ്ടെത്തിയതും ഋഷി അതെല്ലാം വായിച്ച് തനിക്ക് ആവശ്യമായ വിവരങ്ങൾ ഒരു നോട്ടിൽ കുറിക്കാൻ തുടങ്ങി. അതേസമയം ശ്രീലക്ഷ്മി തന്റെ ഓഫീസിൽ നിന്നും ഇറങ്ങിയിരുന്നു. അവിടുന്ന് പാർക്കിങ്ങിലേക്ക് നടക്കുകയാണ് അവൾ തന്നെ കാത്തിരിക്കുന്ന ദേവയാനിയെ കണ്ടത്. അവരെ കണ്ടതും ശ്രീലക്ഷ്മിക്ക് ആകെ ദേഷ്യം വന്നു. ദേവയാനിയെ താൻ കണ്ടിട്ടേയില്ല എന്ന മട്ടിൽ അവൾ അവിടുന്ന് പോകാൻ ശ്രമിച്ചു. നിനക്കെന്റെ മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടമല്ലേ ലച്ചു? അമ്മ നിന്നെ എന്തുമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്നോ മോളെ? ദേവയാനി വിഷമത്തോടെ ചോദിച്ചു. ശ്രീലക്ഷ്മി സഹികെട്ട പോലെ നിശ്വസിച്ചുകൊണ്ട് ദേവയാനിക്ക് നേരെ തിരിഞ്ഞു. അമ്മേ പ്ലീസ്, ഈ നാടകം കാണാൻ എനിക്കൊരു താല്പര്യമില്ല. ദയവ് ചെയ്തൊന്ന് നിർത്താവോ? ഇനി എന്റെ അവസ്ഥ അറിയാൻ വന്നതാണെങ്കിൽ കഷ്ടമാണ്. എന്റെ എല്ലാമായ ഋഷിക്ക് വയ്യ, ഹോസ്പിറ്റലാണ്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.